പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെയും അവന്തികയുടെയും കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് മുത്തശ്ശൻ. ഇനി ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. അനി ചാടി കളിക്കുന്നതോ ഇഷ്ടമില്ല എന്ന് പറയുന്നതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട. പിന്നെ അനാമികയുടെ കാര്യം മനസ്സിലുണ്ടായത് കൊണ്ടാവും അവരിങ്ങനെ പെരുമാറുന്നത്. പിന്നെ നന്ദുവിനോടുള്ള ഇഷ്ടമൊക്കെ നമുക്കറിയാലോ. എന്തായാലും ആ വിവാഹം നമ്മൾ നടത്തുന്നില്ല. അതുകൊണ്ട് അവന്തികമ്മളുടെയും അനിയുടെയും കല്യാണം വളരെ പെട്ടെന്ന് തന്നെ നടത്തണം. അത് നടന്നിട്ടില്ലെങ്കിൽ മോൾക്കത് വലിയ വിഷമമാകും. അവൾ പിന്നെ മാനസിക നില തെറ്റിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് പോലും അറിയത്തില്ല. അതിനെക്കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് നടത്താം. ജലജയ്ക്കും അബിക്കും ഒക്കെ സമ്മതമാണല്ലോ. അതിനെക്കൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും മുത്തശ്ശൻ ആ തീരുമാനം എടുക്കുന്നത് നവ്യ കേൾക്കാനിടയാകുകയാണ്. അങ്ങനെ നവ്യയുടെ മനസ്സിലോട്ട് നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം വരുന്നുണ്ട്. അനി ഇങ്ങനെ എതിർക്കണമെങ്കിൽ നന്ദുവിനോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്. നന്ദുവിനും അങ്ങനെ തന്നെയാകും. അങ്ങനെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ. അതിന് ആദ്യം ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അനിയെ നിരീക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ഈ തീരുമാനമെടുത്ത ശേഷം അനി നേരെ റൂമിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അനി നന്ദുവിനെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് നന്ദുവിനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് തിരിച്ച് നന്ദുവിനാണെങ്കിലും വലിയ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അനി മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുസരിക്കാതല്ലാതെ ഒരു നിവർത്തിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒളിച്ചോടണം. അതിനൊന്നും ഇപ്പോൾ നടക്കത്തില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഒളിച്ചോടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടുക തന്നെ ചെയ്യും. അല്ലാതെ ഇനിയൊരു വിവാഹവും ചതിയും അങ്ങനെ ജീവിക്കാനും ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അനാമികയെ കൊണ്ട് തന്നെ ഞാൻ മതിയായിരിക്കുകയാണ്. എന്നിട്ടാണ് ഇനി അവന്തിക. ആവർത്തനങ്ങൾ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇത് നവ്യ കേൾക്കാനിടയാകുകയാണ്. അങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട്, അത് ശരി, ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടല്ലേ? എന്നിട്ട് എന്താണ് ആരും മനസ്സിലാക്കാത്തത്? എൻ്റെ അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഇവിടുത്തെ അനിയുടെയും അമ്മയും എന്തായാലും അവരെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചേ പറ്റുകയുള്ളൂ. ആദ്യമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് അതൊക്കെ അങ്ങ് റെഡി ആയിക്കോളും. അങ്ങനെ തന്നെയായിരുന്നല്ലോ എൻ്റെ നാനയുടെ ജീവിതവും. പിന്നെ അങ്ങ് ശരിയായല്ലോ. അതുപോലെ ഇതും നടത്തണമെന്ന് നവ്യ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവന്തികയുടെ അടുത്തോട്ട് പോവുകയാണ്. ആദ്യമൊക്കെ നല്ലതുപോലെ അവന്തികയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് നവ്യ മനസ്സിലാക്കുകയാണ് അവന്തികയെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടില്ലെങ്കിൽ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നുള്ള രീതിയിൽ അവന്തികയോട് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അവന്തികയുടെ അമ്മയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് ചിലത് അറിയാലോ. അതിനെക്കൊണ്ട് വല്ലാതെ ഇവളെ ബുദ്ധിമുട്ടിച്ചാൽ കാര്യം നടക്കും. അതുകൊണ്ട് അവന്തികയോട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നവ്യ അവന്തികയുടെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവന്തിക ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ അനിയെ വിവാഹം കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെൻ്റെ കുട്ടിക്കാലത്തുള്ള ആഗ്രഹം തന്നെയായിരുന്നു. പിന്നെ ഞാൻ പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം. പിന്നെ ഇപ്പോൾ അനിയേട്ടനും അനാമികയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് പറയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നീ എല്ലാം അറിഞ്ഞിട്ടാണോ ഈ സംസാരിക്കുന്നത് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. കാരണം നന്ദുമായിട്ടുള്ള പ്രണയം ഒക്കെ നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്കറിയാം, അതെന്തായാലും നടക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അനിയേട്ടനെ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നവ്യ അവന്തികയോട് പറയുന്നുണ്ട്, നീ എടുത്ത തീരുമാനം തെറ്റാണ്. കാരണം ഇപ്പോഴും അവർ തമ്മിലുള്ള ഇഷ്ടം തുടരുന്നുണ്ട്. പിന്നെ നിനക്ക് എന്ത് അധികാരമാണ് അനിയുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത്? നീ അവൻ്റെ അമ്മായിയുടെ മകളാണ് എന്നുള്ള ആ ഒരു അധികാരം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റുപറ്റി. നിൻ്റെ അമ്മയെ എടുത്ത് വളർത്തിയതാണെന്നുള്ള സത്യം നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ആകെ ഞെട്ടിത്തരിച്ചിട്ട്, എന്താ ഈ പറയുന്നത്, എടുത്ത് വളർത്തിയതോ? അതൊന്നുമല്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ്, ഇവിടുത്തെ മകളാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും അല്ല, അത് നിനക്ക് തെറ്റുപറ്റിയതാണ്. നിൻ്റെ മുത്തശ്ശനെ എടുത്ത് വളർത്തിയ മകളുടെ കൊച്ചാണ് നീ. അതിനെക്കൊണ്ട് അതിനുള്ള അധികാരമൊക്കെ നിനക്കുണ്ടാവുകയുള്ളൂ. എൻ്റെ അധികാരം പോലും നിനക്ക് ഇവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നീ വിവാഹത്തിൽ നിന്നും ഒഴിയുന്നതാണ് നല്ലത്. കാരണം എൻ്റെ അനിയത്തിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിൻ്റെ അഭിയേട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ എനിക്കറിയാം. കാരണം ഇപ്പോൾ ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ അഭിയാണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിൻ്റെ ഏട്ടനെ എനിക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അതും നീ എന്നെക്കൊണ്ട് ചെയ്യിക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിൽ നിന്നും വേർപിരിയുന്നതാണ്, പിന്നോട്ട് നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ കാണാൻ പോകുന്നതൊന്നും നീ ഇനി കരയിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്നെ നീ വെറുതെ ഇളക്കി ഉണ്ടാക്കണ്ട. എൻ്റെ അനിയത്തി ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ ഇനി കഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് നീയായിട്ട് പിന്മാറുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് നവ്യ അവന്തികയെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ആകെ ഒരു പേടിയിൽ നിൽക്കുകയാണ് അവന്തിക.